वादा वो कसम वो इरादा क्या हुआ तेरा वादा वो कसम वो इरादा भूलेगा दिल जिस दिन तुम्हें वो दिन जिंदगी का आखिरी दिन होगा क्या हुआ तेरा वादा वो कसम वो इरादा बेवफा ये भी क्या याद नहीं क्या हुआ तेरा वादा वो कसम वो इरादा भूलेगा दिल जिस दिन तुम्हें वो दिन जिंदगी का आखिरी दिन होगा क्या हुआ तेरा वादा वो कसम वो इरादा दौलत का ऐसा भी क्या कि तुझे कुछ भी याद नहीं क्या हुआ तेरा वादा वो कसम वो इरादा भूलेगा दिल जिस दिन तुम्हें वो दिन जिंदगी का आखिरी दिन होगा क्या हुआ तेरा वादा वो कसम ബദ്രി നൈസ് ലുക്ക് താങ്ക് യു. അടിപൊളിയുണ്ട്. ഓക്കെ, പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു നോക്കാം. മാഷേ അതിഗംഭീരമായിട്ട് പാടി. താങ്ക് യു സാർ. നല്ല സുഖമായി എല്ലാ ഇടങ്ങളും നന്നായി പാടി. ഒരു ഭാഗത്ത് മാത്രം ഒരു ചെറിയൊരു അത് പെർഫെക്റ്റ് ആയില്ല എന്ന് തോന്നി. വേറൊരു ഭാഗത്തും കുഴപ്പമില്ല. അതൊരു പാട്ട് തന്നെ അങ്ങനത്തെ ഒരു മനോഹരമായ പാട്ടല്ലേ, എന്താ സംശയം? അതെ, അസലായിട്ട് പാടി. താങ്ക് യു സാർ. ഓക്കെ, ഒരുപാട് ഭാവി ഉണ്ടാവട്ടെ. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു മാഷേ. ശരത് സർ. മോനെ ഓ സാർ, കുറെ സന്തോഷമായി. ഇങ്ങനെയുള്ള ജോണിന് നിനക്ക് വഴങ്ങുമെന്ന് എനിക്കൊരു വിശ്വാസമില്ലായിരുന്നു. ഉള്ള കാര്യം തുറന്ന് പറയാമല്ലോ. ഇതൊന്ന് ഭയങ്കര കട്ടിയായിട്ട് ഇത് പാടി ക്യാ ഹുവാ തേരാ വാദ എന്ന് പാടുമെന്ന് വിചാരിച്ച് മോൻ പക്ഷേ സുഖമായിട്ട് പാടിയിടാം.
അത് ആവശ്യമുള്ള ആ വിബ്രാറ്റൊക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു താങ്ക് യു കേട്ടോ. എനിക്ക് ഒരൊറ്റ ഒരു ഏരിയ ഈ ഭൂലേക്കാ ദിൽ അതൊന്ന് പാടാമോ? ഭൂലേഗാ ദിൽ ജിസ് ദിൻ തും ഹേ ആ ജസ്റ്റ് ജിസ് ദിൻ തും ഹേ. ആ ഓക്കെ. അതുപോലെ മക്കളെ അനുപല്ലവിയുടെ എൻഡിൽ അത്രയും ബലം എന്തിനാണ്? याद है मुझको ഇപ്പൊ ഇത്രയും മതി ലെവല്. മുझको तेरा നീനാനാ എന്നാ പാടിക്കൊണ്ടിരുന്നത്. ഞാൻ വരും നീ എന്നെ വന്ന് അടിക്കുമെന്ന് അത്ര ദേഷ്യത്തിൽ കേട്ടോ. അത് വളരെ സോഫ്റ്റ് ആയിട്ട്. കാര്യം റാഫി സാബ് പാടിയേക്കുന്നത് എങ്ങനെയാണ് കേട്ടോ, അറിഞ്ഞൂടെ? എന്തൊരു മഹാനായ സിംഗറാണ്, അത് പറയാതിരിക്കാൻ വയ്യ. അദ്ദേഹത്തിന് പിന്നെ നമ്മൾ ഓരോ തവണ പറയും തോറും അത് അത്രയ്ക്ക് നമ്മുടെ നെഞ്ചിൽ കയറിയിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ മോനെ. അത് അവിടെ അത് സോഫ്റ്റായിട്ട് പാടാമോ? ഈ याद है मुझको ആഹാ ബ്യൂട്ടിഫുൾഡാ, ബ്യൂട്ടിഫുൾ, അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല കേട്ടോ. പക്ഷെ നീ നമ്മളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. മോനിത് ഇങ്ങനെ പാടും നമ്മൾ പ്രതീക്ഷിച്ചതല്ല. നീ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി മോനെ. താങ്ക് യു സർ. താങ്ക് യു ശരത് സാർ. ഹരിച്ചേട്ടാ. ബദ്രി, ഓ സർ. എനിക്ക് ബദ്രിയുടെ കുറച്ച് നാളത്തെ പെർഫോമൻസിന് ശേഷം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു സർ. താങ്ക് യു. കാരണം ബദ്രി യൂഷ്വലി ബദ്രിയുടെ ടാലൻ്റ് അറിയാം, ബദ്രിയുടെ സിംഗിങ് അറിയാം, ബദ്രി യൂഷ്വലി എടുക്കുന്ന പാട്ടുകൾ അറിയാം. പക്ഷേ ഇത് നമ്മൾ ബ്രേക്ക് ചെയ്ത് നമ്മൾക്ക് ആരും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു പാട്ട് നമ്മൾ പാടുമ്പോഴാണ് അവിടെയാണ് നമ്മുടെ ഒരു ടാലൻറ്റ് ഷോക്കേസ്ഡ് ആവുന്നത്. അപ്പോൾ ഇതുവരെ ബദ്രി ഒരേ രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇത് ശരിക്കും ഞെട്ടിച്ചു. താങ്ക് യു. പിന്നെ നല്ല രസമായിരുന്നു, നല്ല രസമായിട്ട് പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം പാടിയ പോലൊന്നും ആർക്കും പാടാൻ പറ്റില്ല, എന്നാലും അതുപോലൊക്കെ ട്രൈ ചെയ്തു. പിന്നെ ഇടയ്ക്ക് ഒരു ക്യാഹോ ഒരു കച്ചേരി വഴി അങ്ങനെ പോയി. ശരിക്കും പറഞ്ഞാൽ ഇത് എങ്ങനെ ക്ലാസിക്കൽ ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുഴപ്പമില്ല, അങ്ങനെയൊക്കെ തന്നെ. സി, അത് നല്ല കാര്യമാണ്. നമ്മൾ ആ ഒരു ഷിഫ്റ്റ് നമുക്ക് അറിയെങ്കിൽ ഇറ്റ്സ് ബെസ്റ്റ്. ഇത് ഞാൻ പാടിയപ്പോൾ കുറച്ച് ഇതായിപ്പോയി, കുറച്ച് ഓവറായിപ്പോയി, അന്ന് കൺട്രോൾ ചെയ്യായിരുന്നു അവിടെ. എന്നല്ലേ അപ്പം അവിടെ നമ്മൾ എന്ന് പറയുമ്പോൾ അത് പെട്ടെന്ന് എനിക്ക് മൃദംഗമൊക്കെ വെച്ച് ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ കേട്ടോ. ഇത് തങ്ങളിലെ അപ്പൊ അത് നമ്മളൊരു ഇച്ചിരി കൂടിപ്പോയി അത് അപ്പുറത്തെ കണ്ടെത്തി കിടക്കും. അതെപ്പോഴും പാടുമ്പോൾ ഓർമ്മ വേണം. അപ്പൊ തബല മാറ്റി അവരിപ്പോ മൃദംഗം എടുത്തു തന്നെ നേരെ. പക്ഷെ അത് ബദ്രി ഭയങ്കര ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് ആ കാര്യത്തില്. ആ കർണാട്ടിക്കില് പോവാതെ എന്താണോ ആ സോങ്ങിന് വേണ്ടത് ആ ഒരു ബാലൻസിൽ നിൽക്കുക എന്നുള്ളത് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതെനിക്ക് അങ്ങനെ വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല, ഒന്നും എഴുതിയിട്ടില്ല, നന്നായിട്ട് തന്നെ പാടി. താങ്ക് യു സർ. ഗുഡ് ബദ്രി. താങ്ക് യു ഹരിച്ചേട്ടാ. ഓക്കെ ഷാനിക. ബദ്രി ഓ സർ. അടിപൊളിയായിരുന്നു ബദ്രി, Thank you, sir. അടിപൊളി. ഹരി പറഞ്ഞ പോലെ കഴിഞ്ഞ കുറേ പെർഫോമൻസസിലിങ്ങനെ നമ്മളിങ്ങനെ എപ്പോഴും പറയും ബദ്രി ആ റൂട്ട് ഒന്ന് മാറ്റിപ്പിടിക്കണം, അല്ലെങ്കിൽ ആ റൂട്ടിൽ നിന്ന് ഒന്ന് ഷിഫ്റ്റ് ചെയ്യണം എന്നൊക്കെ നമ്മളിങ്ങനെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഞാനത് ഇന്നിവിടെ കണ്ടു. താങ്ക് യു സർ. അടിപൊളിയായിരുന്നു. താങ്ക് യു സർ. ശരിക്കും നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്തു ആ ഒരു സോങ് ഭയങ്കരമായിട്ട് കണക്റ്റഡായി സോങ്ങുമായിട്ട്. പിന്നെ ആ ഒരു ട്രിബ്യൂട്ടിന് ചേർന്ന ആ ഒരു അറ്റയർ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അതും അടിപൊളിയായിരുന്നു. താങ്ക് യു സർ. താങ്ക് യു. പിന്നെ ഇടയ്ക്കുള്ള ക്യാഹുവ അത് പോട്ടെ, അത്രേ ഉള്ളൂ ബദ്രി. ഓൾ ദി ബെസ്റ്റ്. ഇങ്ങനെ തന്നെ കീപ് എക്സ്പ്ലോറിംഗ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഷാനിക. ഇനി മാർക്സ്. മാർക്ക്. ഓക്കെ ശരത് സാർ. മക്കളെ ഓ സർ. 9 മാർക്സ്. താങ്ക് യു സർ. താങ്ക് യു. സൂപ്പർ. ഷാനിക, ഹരിച്ചേട്ടാ ഡൺ. ആ ഓക്കെ, അടിപൊളി. അപ്പൊ നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അവരെ തുറന്നു നോക്കുമ്പോൾ അറിയുള്ളൂ. എനിവേസ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.